നമ്മുടെ മാർഷൽ ആർട്സിൻ്റെ താരമായ ബ്രൂസ് ലീ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. പല അടവുകൾ പഠിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ പഠിക്കേണ്ടത് ഒരടവ് പല പ്രാവശ്യമായി പഠിച്ചു തീർത്ത വ്യക്തിയാണ്. കാരണം ആ ഒരടവിൽ അവൻ പെർഫെക്റ്റ് ആയിരിക്കും. അതേപോലെ ഹീറോയുടെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു അടവാണ് ഹീറോ സ്പ്ലെൻഡർ. ഇറങ്ങിയിട്ട് 30 വർഷമായി ഇന്നും അതേ 100cc, അതേ 4 സ്പീഡ് ഗിയർ ബോക്സ്, അതേ ഡിസൈൻ, വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് വെച്ചിട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഹീറോ സ്പ്ലെൻഡർ. ഇന്ന് പലതരത്തിലുള്ള മാറ്റങ്ങളും കാലത്തിനനുസരിച്ച് ഹീറോ സ്പ്ലെൻഡറിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ കാഴ്ചയിൽ പ്രകടമല്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആൻഡ് ഫോർ ദാറ്റ് വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോ മാസ്ക് മലയാളം. ആക്ച്വലി 1994 ഇറങ്ങിയ വാഹനത്തിന് അധികം മാറ്റങ്ങളൊന്നും തന്നെ ആ ഒരു ഇടക്കാലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേ ഒരു ഡിസൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നല്ല രീതിയിൽ വേരിയൻറ്റ് ചേഞ്ച് ഉൾപ്പെടെ സ്പ്ലെൻഡറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള വെഹിക്കിളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. ഇതിന് പുറമെ സ്പ്ലെൻഡറിൻ്റെ തന്നെ എക്സ്റ്റെക് എന്ന് പറയുന്ന ഒരു വേർഷൻ ഇറങ്ങിയിരുന്നു. വേറൊന്നുമല്ല, അതിൽ വ്യത്യാസം വരുന്ന ഡിജിറ്റൽ സ്പീഡോമീറ്റർ വന്നിരുന്നു, പിന്നെ ഒരു LED DRL ആഡ് ചെയ്തിരുന്നു. സൂപ്പർ സ്പ്ലെൻഡർ 125 വന്നിരുന്നു, സൂപ്പർ സ്പ്ലെൻഡർ എക്സ്റ്റെക് വന്നിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള സ്പ്ലെൻഡറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 1 എഡിഷൻ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് പെയിൻറ്റ് സ്കീമുള്ള ഒരു സ്പ്ലെൻഡർ കൂടി റീസെൻ്റ് ആയിട്ട് ഹീറോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും ബാഹ്യമായ മാറ്റം മാത്രമേ ഉള്ളൂ. ഓവറോൾ ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ്. അപ്പോൾ ഇത്രയും സെയിം ആയിട്ടും ഹോട്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 1-2 നമ്പറിൻ്റെ കാര്യത്തിലല്ല, 1 ലക്ഷത്തിലധികം വാഹനങ്ങളാണ് ഒരു മാസം നമ്മുടെ ഇന്ത്യയിൽ സെയിലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ കാരണമായി വരുന്നത് എന്താണെന്ന് ചിന്തിച്ച് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറുകളാണ്. ഒന്ന്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊന്നുകൂടെ ചിന്തിക്കുക. ആദ്യം ഈ വണ്ടി ഇറങ്ങുമ്പോൾ 37,000 രൂപയായിരുന്നു എക്സ്-ഷോറൂം പ്രൈസ്. ഇന്ന് ഈ വാഹനം ട്രിവാൻഡ്രത്ത് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വന്നത് 98,000 രൂപയാണ്. ഇതിൻ്റെ കൂടിയ വെർഷൻസിന് 1 ലക്ഷത്തിന് മേളിൽ വിലയും വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു കാറ്റഗറി 100cc വെഹിക്കിളിൻ്റെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ തന്നെയാണ്. കാരണം ഇന്ന് 1 ലക്ഷം ബ്രാക്കറ്റിലാണ് ഒരുവിധം എല്ലാ വാഹനങ്ങളും വരുന്നത്. രണ്ടാമത്തെ കാര്യം ഹാൻഡ്ലിംഗ് ആണ്. ഏത് തരക്കാർക്കും സിമ്പിളായിട്ട് കൊണ്ടുപോകാം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നോ യങ്സ്റ്റേഴ്സ് ആണെന്നോ ഒരു വ്യത്യാസമില്ല. വളരെ സിമ്പിളായ വണ്ടിയാണ്. ഫാമിലി ഓട്ടത്തിന് കൊണ്ടുപോകാം. ഫ്രീക്കന്മാരെ സ്വല്പമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് RX-Z പോലത്തെ സൈലൻസറും കാര്യങ്ങളും ഒക്കെ കയറ്റിയിട്ടും കൊണ്ട് നടക്കാറുണ്ട്. സൈലൻസർ മാറ്റുന്നതിന് ഞാൻ അല്പം എതിരുള്ള ആളാണ്, എങ്കിലും അങ്ങനെയും കൊണ്ട് നടക്കാറുണ്ട്. സോ സ്റ്റിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൈലേജിൻ്റെ കാര്യത്തിലും കൊണ്ടു നടക്കാൻ പറ്റുന്നതും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. ഈ കാരണങ്ങൾ തന്നെ ധാരാളമാണ് ഇത്രയും ടോപ്പ് ഫിഗർ സെയിൽസിൻ്റെ കാര്യത്തിൽ ഈ വാഹനം മുന്നിട്ട് നിൽക്കുന്നതിനും. അപ്പോൾ എന്തായാലും 2023 ഇവന് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ ഫ്രണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള ആ ഒരു ലോഗോ, പഴയ ഡിസൈനിലുള്ള ആ ഒരു ഹെഡ് ഫേസ്, പഴയ ഡിസൈനിലുള്ള ഹെഡ് ലാംപ്സ്, ക്ലിയർ ലെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന അതേ എന്താ പറയുക സ്റ്റേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പ്ലെൻഡർ പ്ലസിൻ്റെ തന്നെ എക്സ്ട്രാ വേർഷനൊക്കെ തന്നെ ക്ലിയർ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് വന്നിരുന്ന അതേ ടൈപ്പ് നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അതിൻ്റെ താഴത്തെ വർഷം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യം വന്നിരുന്ന സ്പ്ലെൻഡറിനൊക്കെ ഇത് സിൽവർ കളറാണ് കൊടുത്തിരുന്നത്. ഹീറോ വെഹിക്കിളിൽ ഞാൻ കൂടുതലായിട്ടും ശ്രദ്ധിച്ചു വന്നൊരു സംഭവമാണ് ഈ മഡ്ഗാർഡിൻ്റെ ഏരിയയിൽ ഒരു റിഫ്ലക്ടർ എല്ലാ വാഹനങ്ങളിലും അവർ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. പക്ഷേ കൂടുതലും പണ്ട് മുതലേ ഇത് കണ്ടു തുടങ്ങുന്ന ഹീറോയുടെ വാഹനത്തിലാണ്. ആദ്യം ഇത് എന്തിനാണെന്നൊക്കെ പല സംശയവും തോന്നിയിരുന്നു. പക്ഷേ രാത്രി വാഹനം ഓടുന്ന സമയത്ത് സൈഡ് വ്യൂ കിട്ടുന്നതിന് ഈ ഒരു റിഫ്ലക്ടർ വളരെ അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ നോക്കുമ്പോൾ അലോയ് വീൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി 2014 തൊട്ട് വന്ന വാഹനങ്ങളൊക്കെ തന്നെ അലോയ് വീൽ കൊണ്ടുവന്നിരുന്നു. അലോയ് വീലിൽ പ്രത്യേകത കോംബി ബ്രേക്കിംഗ് സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 100cc വരുന്ന വാഹനങ്ങളൊക്കെ ഡിസ്ക് ബ്രേക്ക് നൽകുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് തന്നെ ആ വാഹനത്തിന് പ്രൈസിങ്ങും കൂടുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ആക്റ്റീവായി ബ്രേക്കിംഗ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം. അത് നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡറിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ വെൽക്കമിങ് ആയ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് ഫീൽ ചെയ്തു. സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സൈഡ് പ്രൊഫൈലില്ല. ആകെ വ്യത്യാസം ആ ഒരു സിൽവർ എലമെൻറ്റ്സ് വളരെ കുറച്ച് കളർ സ്കീമിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായ സൈഡ് പ്രൊഫൈലിലെ മാറ്റം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മുടെ വാഹനത്തിന് കാർബറേറ്റർ സിസ്റ്റം മാറ്റിയതിന് ശേഷം ഫ്യൂൽ ഇഞ്ചക്ടർ സിസ്റ്റം ഇടയ്ക്ക് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്കൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തോന്നിയത് ഈ വയറുകളെല്ലാം തന്നെ എക്സ്പോസ്ഡ് ആണ്. ഈവൻ ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ ആണെങ്കിൽ പോലും 1 ലക്ഷം രൂപ പ്രൈസിങ് വരുന്ന വാഹനത്തിൻ്റെ ഈ വയറുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ടാഗ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഇൻസുലേഷൻ ചെയ്ത് മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഇതിപ്പോൾ പുറത്ത് നിന്നൊരു കൊച്ചുകുട്ടി അറിയാതെ വന്ന് പിടിച്ച് വലിച്ചാൽ പോലും മേ ബി വാഹനം വഴിയിൽ നിന്ന് പോവാം. അത്തരത്തിൽ എക്സ്പോസ്ഡ് ആണ് ഇതിൻ്റെ വയറിംഗ് എല്ലാം തന്നെ. അത് മാത്രമേ സൈഡ് പ്രൊഫൈലിലാകെ നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളൂ.
9 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കാണാൻ പറ്റും. ഫ്യൂൽ ടാങ്കിൽ ഹീറോയുടെ ആ ഒരു ബാഡ്ജിങ്ങും കാണാൻ പറ്റും. ഹീറോ ഹോണ്ട ആയിരുന്ന സമയത്തുള്ള ലോഗോയൊക്കെ മാറ്റി ഇപ്പോൾ ഇതാണ് ഹീറോയുടെ ലോഗോ. ഇന്ന് വരുന്ന ഹീറോ വെഹിക്കിൾസിനൊക്കെ തന്നെ നമുക്ക് കാണാനും പറ്റും. സൈഡ് കവറിൽ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. i3s എന്ന ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. i3sനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ബാക്കിലോട്ട് നോക്കുമ്പോൾ സ്പ്ലെൻഡർ ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്ന് തൊട്ട് കാണുന്ന ഗ്രാബ് ഹാൻഡിൽ ഡിസൈനും കാരിയർ ഡിസൈനും അതുപോലെ തന്നെ ഒരു ക്ലാസിക് ഡിസൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് സാരി ഗാർഡും ലേഡീസ് ഫൂട്രസ്റ്റും കാണാനായിട്ട് സാധിക്കും. ചെയിൻ കവറോടുകൂടി വരുന്ന വാഹനങ്ങളിലൊന്നാണ് സ്പ്ലെൻഡർ പ്ലസ്. ചെയിൻ കവറുള്ള വാഹനങ്ങൾ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെയിൻ കവർ ഉള്ളതുകൊണ്ട് തന്നെ ചെയിനിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും, ചെയിനിൻ്റെ സൗണ്ടും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എഞ്ചിൻ്റെ ഏരിയയും ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് എഞ്ചിൻ്റെ ഏരിയ എല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. എന്നാൽ എഞ്ചിൻ്റെ ഹെഡ് ഏരിയ വന്നിട്ട് ഒരല്പം ഗ്ലോസി ഫിനിഷും നൽകിയിട്ടുണ്ട്. പിന്നെ പവർ സ്റ്റാർട്ടാണെന്നും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെന്നൊക്കെയുള്ള ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സെൽഫ് സ്റ്റാർട്ട് വന്ന സമയം തൊട്ട് ഈ ഒരു പവർ സ്റ്റാർട്ട് എന്നുള്ള ഐക്കൺ അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. പിന്നെ ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് പഴയ സ്പ്ലെൻഡറിൻ്റെ അതേ ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. ഗിമിക്സ് ഒന്നും തന്നെ ഇല്ല, LED കാര്യങ്ങളോ ഒന്നുമില്ല, സാധാരണ ഹാലജൻ ബൾബുകളാണ് നൽകിയിട്ടുള്ളത്. ബാക്കിലും അതേ ഒരു കളറിലുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ആദ്യം വന്നിരുന്ന സ്പ്ലെൻഡറിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ സോളിഡ് ആയിരുന്നു, പക്ഷേ ഇത് ഫ്ലെക്സിബിൾ ആണ്, മറിഞ്ഞു വീണാലും പൊട്ടിപ്പോകുമെന്ന് തന്നെ ഇല്ല. ഷോക്കെല്ലാം തന്നെ പഴയ ഡിസൈനാണ്, ഫ്രണ്ടിലും ബാക്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ആ മേളിലത്തെ ക്യാപ്പ് വന്നിട്ട് ബ്ലാക്കും താഴെ സിൽവറും എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. കാര്യമായ മാറ്റം പിന്നെ കാണാൻ സാധിക്കുന്നത് സൈലൻസറിൻ്റെ കാര്യത്തിലാണ്. പണ്ട് വന്നിരുന്ന സ്പ്ലെൻഡറിൻ്റെ ആ ഒരു ഗാംഭീര്യമുള്ള സൗണ്ടൊന്നും ഇപ്പോഴത്തെ സ്പ്ലെൻഡറിനില്ല. കുറച്ചുകൂടി സൈലൻ്റ് ആയ ഒരു സൗണ്ടാണ് ഇപ്പോഴത്തെ സ്പ്ലെൻഡറിന് വരുന്നത്. അതിന് കണക്കാക്കി ഡിസൈൻ ചെയ്ത സൈലൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. സൈലൻസർ ഒരു പൗഡർ കോട്ട് ബ്ലാക്ക് ഫിനിഷും അതിന് മേളിലായിട്ടൊരു പ്രൊട്ടക്ഷൻ കിറ്റ് സിൽവർ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ കിക്ക് സ്റ്റാർട്ടും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലാകെ സിൽവർ എന്ന് പറയാനായിട്ട് ഈ ഒരു ക്രാഷ് ഗാർഡ്, ഈ ബ്രേക്ക് ലിവർ, കിക്ക് സ്റ്റാർട്ട്, സസ്പെൻഷൻ്റെ ഈ ഒരു പോർഷൻ, പിന്നെ സൈലൻസർ. ഇതിന് പുറമെ വേറെ ഒരിടത്തും തന്നെ നമുക്ക് സിൽവർ കാണാൻ പറ്റില്ല. ബാക്ക് സൈഡിൽ നോക്കിയാൽ ആ ഒരു ഗ്രാബ് ഹാൻഡിലും സിൽവർ പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സ്പീഡോമീറ്ററിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ സ്പീഡോമീറ്റർ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാൻ പറ്റും. ഇതിൽ സ്പീഡോമീറ്റർ കാണിക്കും. സൈഡ് സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാർണിംഗ് കാണിക്കും. i3sൻ്റെ ഒരു സിമ്പലുണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ന്യൂട്രലിൻ്റെ ഉണ്ട്, ഹൈ ബീമിൻ്റെ ഉണ്ട്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഐക്കൺസ് ഉണ്ട്. സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ i3sൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഉറുമ്പ് കയറി വന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ. പഴയ തരത്തിലുള്ള ഹോൺ, പഴയ നെസ്റ്റ് ഓടിക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട്. ഇനി i3s ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ നല്ലൊരു ട്രാഫിക്കിലെത്തി സിഗ്നലിൽ വാഹനം നിർത്താൻ പോവുകയാണ്. നിർത്തുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തിനെ ന്യൂട്രലാക്കി ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആവും. അത് കഴിഞ്ഞ് പിന്നെ സിഗ്നൽ ഓൺ ആകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ക്ലച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി, വണ്ടി അവിടെ സ്റ്റാർട്ടാവും, ഗിയറിട്ട് നമുക്ക് ഓടിച്ചു പോകാനും സാധിക്കും. ഇന്നിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരുവിധം എല്ലാ സിഗ്നൽസും മിനിമം 1 മിനിറ്റ് വരെ നമുക്ക് പിടിച്ച് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റുള്ള ഫ്യൂലും നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കരമായ സേവിങ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 9.7 ലിറ്റർ മാത്രമാണ്. അപ്പോൾ ആ ഒരു ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു 10 സിഗ്നൽ ദിവസവും നിൽക്കേണ്ട ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ ഫ്യൂൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡോമീറ്ററിന് സൈഡിലായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് പ്ലേസ് ചെയ്ത ചാർജിങ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. USB ചാർജിങ് പോയിൻ്റ് ആണ്. അതിന് നല്ലൊരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ആ ക്യാപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളമൊന്നും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അത് കൊള്ളാം, നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വാഹനം ഓടുന്ന സമയത്ത് മൊബൈൽ ചാർജിനിടാം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഓടുന്ന ഡെലിവറി ബോയ്സിന് വളരെ പ്രാക്ടിക്കലായ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ്. മാത്രമല്ല അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫേവറേറ്റ് വാഹനങ്ങളിലൊന്നാണ് സ്പ്ലെൻഡർ. 100cc എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇവിടെ അതിൻ്റെ റൈറ്റിംഗ് കാണിക്കുന്നുണ്ട് 97 cc ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1 ലിറ്ററിന് 90 കിലോമീറ്ററിലധികം മൈലേജ് കിട്ടുന്ന കസ്റ്റമേഴ്സ് വരെ ഇന്ന് സ്പ്ലെൻഡറിന് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 800ലധികം കിലോമീറ്റർ ഈ ഒരു വാഹനം കൊണ്ട് ഓടാൻ പറ്റും. അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ 2 പ്രാവശ്യം നമുക്ക് പോയിട്ട് വരാൻ പറ്റും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായ മാന്യമായ സ്പീഡിൽ മാത്രമേ ഈ ഒരു വാഹനം പോകത്തുള്ളൂ. ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്ചറാണ്. ഹാൻഡിൽ ബാറൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നൽകിയിട്ടുള്ളത്. ആദ്യം വന്ന സ്പ്ലെൻഡർ തൊട്ടേ ഇതേ പാറ്റേണിലുള്ള ഹാൻഡിൽ ബാർ പൊസിഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കുനിഞ്ഞു കിടന്ന് ഓടിക്കേണ്ട
തിരിഞ്ഞിരുന്ന് ഓടിക്കേണ്ട ഒരു പക്ക കമ്മ്യൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു പെർഫെക്റ്റ് സിറ്റി ബൈക്കാക്കി മാറ്റുന്നതും ഇതേ കാരണം തന്നെയാണ്. സീറ്റിംഗ് പോസ്റ്ററിൽ ഇപ്പോൾ കാല് വെക്കുന്ന പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, എൻ്റെ ഹൈറ്റ് വന്നിട്ട് 172 ആണ്. ഞാൻ ഇരിക്കുന്നതിന് ഒരു അല്പം മുന്നോട്ടാണ് ഇതിൻ്റെ ഒരു ഫുഡ് പാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാലുകൾ ഒത്തിരി മടക്കി നമ്മുടെ സ്പോർട്സ് ബൈക്കിൽ ഇരിക്കുന്ന ഫീലൊന്നും തന്നെ ഇല്ല. വളരെ റിലാക്സ് ചെയ്ത് തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഒത്തിരി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാൽമുട്ട് വേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററിൽ നിന്ന് കിട്ടില്ല. സീറ്റ്സിൻ്റെ കാര്യവും മാന്യമായൊരു സീറ്റ്സ് എന്ന് നമുക്ക് എടുത്ത് പറയാം. ഒത്തിരി വലിയ സീറ്റും അല്ല, എന്നാൽ തീരെ ചെറിയ സീറ്റും അല്ല. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് വരുന്ന ന്യൂജൻ ബൈക്കുകളിലൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് സീറ്റിൽ ആഡ് ചെയ്യുന്ന കുഷൻ്റെ അളവാണ്. പക്ഷേ സ്പ്ലെൻഡറിൽ ഇന്നും അതേ ഒരു ഹൈറ്റിൽ തന്നെ കുഷൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായ ഒരു സീറ്റ്സ് റൈഡറിനും അതുപോലെ പില്ലിനും കിട്ടുന്നുണ്ട്. മാത്രമല്ല ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയി പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്. ഇനി ഡെലിവറി ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബോക്സ് എല്ലാം തന്നെ ഫിക്സ് ചെയ്യുന്നതിന് കണക്കാക്കിയുള്ള കാരിയറും മാനുഫാക്ചർ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു 1 എഡിഷൻ എന്ന് പറഞ്ഞ വാഹനത്തിൽ ഗ്രാഫിക് അപ്ഡേറ്റിനോടൊപ്പം ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ ഇത്തരത്തിലുള്ള സിൽവറിൻ്റെ എലമെൻ്റ് എല്ലാം തന്നെ മാറ്റി ന്യൂജൻ ബൈക്കുകളിൽ കാണുമ്പോൾ തന്നെ ഒറ്റ യൂണിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിലോട്ടുള്ള എക്സ്റ്റൻഷൻ ഒന്നും തന്നെ ഇല്ല. ബോഡി കളറായിട്ടാണ് അത് വരുന്നത്. മാറ്റ് ഫിനിഷും കൂടിയിട്ടാണ് ആ ഒരു വെഹിക്കിളിൻ്റെ പെയിൻറ്റ് സ്കീം. ഓക്കെ, പിന്നെ ഈ ഒരു വാഹനത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ വെയിറ്റ് ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വണ്ടി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുത്ത് വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് സ്പ്ലെൻഡറിന് ആരാധകന്മാരിൽ കൂടുതൽ ആരാധികമാരുമുണ്ട്. കാരണം ഒരുവിധം ലേഡീസ് ഇത്തരത്തിൽ സ്പ്ലെൻഡർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്ലെൻഡർ മാത്രമല്ല, വളരെ നല്ല നല്ല ഹെവി ബൈക്കുകൾ യൂസ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ബിഗിനർ എന്നുള്ള രീതിയിൽ ലേഡീസ് ഒരുപാട് പേര് സ്പ്ലെൻഡർ എടുക്കുന്നുണ്ട്. കാരണം വളരെ സിമ്പിളായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സ്കൂട്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദനയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വലിയ വീൽസുള്ള ഇത്തരത്തിലുള്ള ബൈക്കുകളിലുണ്ടാവുന്നുമില്ല. സിറ്റിയിലൂടെ ഫ്രീ ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ റോഡിലെ ഗട്ടറൊന്നും തന്നെ വലിയ വീലുകളുണ്ട്, വലിയ പ്രശ്നമില്ലാതെയും പോകാൻ പറ്റും. ഗട്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സസ്പെൻഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയത്. പണ്ടുണ്ടായിരുന്ന അതേ ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ ഈ ഒരു സസ്പെൻഷന് വേണ്ടിയിട്ട് നല്ലതാണ്. ഒത്തിരി ഇടിയൊന്നും തന്നെ വരുന്നില്ല. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സ്പ്ലെൻഡറിനെ ജനപ്രിയ വാഹനമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇന്ന് പല കാറ്റഗറി 100cc ബൈക്കുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിൽ പോലും സ്പ്ലെൻഡർ ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. ഒരു 2022 ഒരു മാസം 2.5 ലക്ഷം റെക്കോർഡ് സെയിലിട്ടാണ് സ്പ്ലെൻഡറിൻ്റെ സെയിൽ ആ ഒരു മാസം ക്ലോസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത്രയും സെയിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണവും ഇതൊക്കെ തന്നെയാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾക്ക് വിശ്വാസത്തോടെ എടുക്കാൻ പറ്റുന്ന വാഹനമാണ് സ്പ്ലെൻഡർ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പല കാരണങ്ങളുണ്ട്. 1 അതിൻ്റെ എൻജിൻ, 2 അതിൻ്റെ ഡിസൈൻ, 3 ഇന്ത്യയിലെ നമ്പർ 1 2 വീലർ മേക്കേഴ്സായ ഹീറോ എന്ന ബ്രാൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഹനത്തിനെ പറ്റി പറയാനായിട്ട്. വാഹനം റൈഡ് ചെയ്യുന്നതൊക്കെ തന്നെ പലരും പല വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴായിട്ട് സ്പ്ലെൻഡർ ഓടിച്ച് നോക്കിയിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലൊരു വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പ്ലെൻഡറിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹാപ്പി ഹാവ് എൻജോയ് ദ വീഡിയോ ആൻഡ് ദിസ് ആനന്ദ് സൈനിങ് ഓഫ്.